ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി. 9 ദേവസ്വം ജീവനക്കാരും കേസിൽ പ്രതികളാണ്. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ, മുൻ തിരുവാഭരണം കമ്മീഷണർമാരായ കെ എസ് ബൈജു, ആർ ജി രാധാകൃഷ്ണൻ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ ഡി സുധീഷ് കുമാർ, വി എസ് രാജേന്ദ്ര പ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ എസ് ശ്രീകുമാർ, കെ രാജേന്ദ്രൻ നായർ എന്നിവരാണ് മറ്റു പ്രതികൾ. കവർച്ച, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന വകുപ്പും ചുമത്തും. SIT സംഘം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്ത നാളെ മുതൽ അന്വേഷണം ആരംഭിക്കും. സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെ കേസിൽ പ്രതിസ്ഥാനത്തുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അതേ രീതിയിൽ തന്നെ FIR-ലുമുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ പരിശോധന നാളെ നടക്കും. ശബരിമല വിഷയത്തിൽ UDF-ന്റെ മേഖലാ ജാഥകൾ ഈ മാസം 18-ന് പന്തളത്ത് സമാപിക്കും. സ്ട്രോങ് റൂമിലുള്ള പ്രധാന ഉരുപ്പടികളുടെ മഹസർ പരിശോധിച്ചുള്ള കണക്കെടുപ്പാണ് ഇന്ന് നടന്നത്. സന്നിധാനത്തെ പരിശോധന നാളെയോടെ പൂർത്തിയാക്കി തിങ്കളാഴ്ച ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. ജസ്റ്റിസ് KT ശങ്കറിനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ സ്മിത്ത് ഉൾപ്പെടെയുള്ളവരുമുണ്ട്. സ്വർണ്ണമോഷണത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ UDF-ന്റെ മേഖലാ ജാഥകൾ ഈ മാസം 14-ന് തുടങ്ങും. സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. തൃശൂർ രാമപുരത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 5 യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി VN വാസവന്റെ കോട്ടയത്തെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പത്തനംതിട്ട. ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണമുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവനെ വളരാനും വളർത്താനും അനുവദിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ സ്വർണ്ണപ്പാളി അമ്പലത്തിലെ മോഷണം ഒന്നാണ്. അത് ഈ അമ്പലത്തിൽ മാത്രമാണ്, കേരളത്തിലുള്ള എല്ലാ അമ്പലത്തിലും മോഷണമാണ്. ഇതെല്ലാം അന്വേഷിക്കണം. സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, ശക്തമായ നടപടിക്ക് ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ടും അസംബ്ലി കിടന്ന് അടിപൊളി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇപ്പൊ പറയുന്നത് എന്താണ്? ആ രാജ്യമെന്നാണ് പറയുന്നത് ദേവസ്വം മന്ത്രി. ആ ദേവസ്വം മന്ത്രി ആരാണ്? ഈഴവനാണ്. എന്നും ഈഴവൻ രക്ഷപ്പെടാൻ ഒരു കാരണവശാലും സമ്മതിക്കാറുണ്ട്. ആർഷങ്ങൾ തകർത്താറ് ഈഴവനായ ഏത് പാർട്ടി വന്നു നിന്നാലും ഉടനെ വീഴാൻ സമ്മതിക്കില്ല. ഗസയിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് 7000 സായുധ സേനാംഗങ്ങളെ ഹമാസ് തിരിച്ചു വിളിച്ചുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ. മേഖലയിൽ സൈനിക പശ്ചാത്തലമുള്ള 5 പുതിയ ഗവർണർമാരെയും ഹമാസ് നിയമിച്ചു. ഗസയിലെ പുതിയ ഹമാസ് ചിത്രങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നാണ് ഹമാസ് ഇങ്ങനെ നീക്കം നടത്തുന്നു എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ ഇടം പിടിക്കുന്നത്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അങ്ങനെ ഒരു നീക്കത്തിൽ ഹമാസ് ലക്ഷ്യമിടുന്നത് എന്താണ്? അതിനെ എങ്ങനെ കാണണം ശ്രീജിത്ത്? TK, ലോകം മുഴുവൻ വളരെ ആശാവഹമായിരിക്കുന്ന സമയത്താണ്. അതായത് ഗസയിൽ സമാധാനം വേണമെന്ന് ലോകം മുഴുവൻ, ഗസ മാത്രമല്ല ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ്. കഴിഞ്ഞ ദിവസം ചർച്ചകളൊക്കെ നടക്കുകയും ആ ചർച്ചകളുടെ പുരോഗതി, ഇനി ഒരാഴ്ച കൂടി ചർച്ചകൾ പൂർത്തിയാകാനുണ്ട്. ആ ചർച്ചകളുടെ പുരോഗതിക്ക് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് വിരുദ്ധമായി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം നടക്കുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഗസയിൽ നിന്നും ഹമാസ് പൂർണ്ണമായും വിട്ടു നിൽക്കണം, ഗസയുടെ ഭരണത്തിലോ ഗസയിൽ ഇനി ആയുധം ഉപയോഗിക്കുന്ന കാര്യത്തിലോ ഹമാസിന് യാതൊരു പങ്കും ഇല്ല എന്ന കാര്യം അസന്നിഗ്ധമായിട്ട്
ട്രംപും നെതന്യാഹുവും അത് മാത്രമല്ല ചർച്ച നടത്തുന്ന ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ന് ഏതാണ്ട് 7000-ഓളം ഹമാസിന്റെ സായുധ സൈനികരെ വീണ്ടും ഗസയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. അതായത് ഗസയെ 5 മേഖലകളായി തിരിച്ചുകൊണ്ട് 5 സായുധ ഗവർണർമാരുടെ കീഴിൽ സായുധ സൈന്യത്തെ വിന്യസിക്കാനാണ് ഇപ്പോൾ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഗസയിൽ ഇനി ആഭ്യന്തര കലാപത്തിന് സാധ്യതയുണ്ട്. കാരണം ഗസയിലേക്ക് നിരവധിയായ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ ഗസയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പലായനം ചെയ്ത ആളുകളാണ്. അവർ മുഴുവൻ ഗസയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ഗസയിൽ ഒരു ആഭ്യന്തര കലാപത്തിന് സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഭക്ഷണത്തിനും താമസത്തിനും ഇടമില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഗസയുടെ നിയന്ത്രണം, ഗസയിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഒരു ഭരണ സംവിധാനം ആവശ്യമാണ് എന്ന് ഹമാസ് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഗസയെ ഒരു 5 മേഖലകളൊക്കെ തിരിച്ചുകൊണ്ട് ഹമാസിന്റെ നിയന്ത്രണം, ഇപ്പോൾ തിരിച്ചു വരുന്ന ആളുകളുടെ കൂടി ഭരണവും അവരുടെ മറ്റു കാര്യങ്ങൾ, അവരുടെ താമസം, ഭക്ഷണം, വീടുകളുടെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്നൊരു ധാരണയിലാണ്, അല്ലെങ്കിൽ എന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഇപ്പോൾ ഹമാസ് ആ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. അതൊരുപക്ഷെ ഈ നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷത്തിന്, അതായത് ഗസയിൽ പൂർണ്ണമായും വലിയ രൂപത്തിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇസ്രായേലിന്റെ ആക്രമണം പൂർണ്ണമായും നിർത്തണമെന്നും ആ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തോട് പൂർണ്ണമായും മാറി നിൽക്കണമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സമാധാന ഉച്ചകോടിയിൽ സമാധാന ചർച്ചകളിൽ തീരുമാനമായിരുന്നു. പക്ഷേ അങ്ങനെ ഇസ്രായേൽ മാറി നിൽക്കുമ്പോൾ വീണ്ടും ഹമാസ് ആയുധങ്ങളേന്തിയ ഹമാസ് സൈനികർ ആ മേഖലയിലേക്ക് വീണ്ടും വരുന്നത് നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുമെന്ന് വേണം പറയാൻ. അതിനൊപ്പം തന്നെ ഹമാസ് ആവശ്യപ്പെടുന്ന ചില ബന്ദികളുടെ മോചനം, അതിൽ ചില പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ ഒന്നും വിട്ടു നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും ഇപ്പോൾ ഏതാണ്ട് ഒരു ഭാഗത്ത് നിൽക്കേണ്ടി വരും. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിന്റെ നിരായുധീകരണം, ഗസയുടെ ഭാവി കാര്യങ്ങളിൽ ഹമാസിന് യാതൊരു അധികാരവും ഉണ്ടാകില്ല. അതുമാത്രമല്ല ബന്ദികളുടെ മോചനം പൂർണ്ണമായും സാധ്യമാക്കണം എന്നുകൂടി അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ബന്ദികളുടെ മോചനം സാധ്യമാക്കാം എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ ഈ ഗസയിൽ ആക്രമണം ഇസ്രായേൽ നിർത്തിവച്ചിരിക്കുന്നത്. അങ്ങനെ വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും കൊണ്ട് പൂർണ്ണമായും ഗസയിലും ഇസ്രായേലിലും ഹമാസിലുമുള്ള ബന്ദികളുടെ മോചനം പൂർണ്ണമായും സാധ്യമാകും എന്ന തരത്തിൽ അമേരിക്ക അടക്കം ആഗ്രഹിക്കുമ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് ട്രംപ് കൂടി പറയുമ്പോൾ, ഇസ്രായേൽ ഏതാണ്ട് 1000-ഓളം ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറായി ഇസ്രായേൽ നിൽക്കുന്നു. മറുവശത്ത് ഹമാസും ബന്ദികളെ മോചിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാവരെയും മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. മറുവശത്ത് ഹമാസ് അവരുടെ സായുധ സൈന്യത്തെ വീണ്ടും ഗസയിലേക്ക് വിന്യസിക്കുന്നു. അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഈ 20 പോയിന്റുകളിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടായി. ഗസ പൂർണ്ണമായും സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകുമെന്ന് ലോകം തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഹമാസിന്റെ ഭാഗത്ത് ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത്. എന്തായാലും ഗസയിൽ സമാധാനം ഉണ്ടാകും, സമാധാനം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ടി കെ ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിതരണ വിവാദത്തിൽ ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വിതരണത്തിനായി തയ്യാറാക്കിയ കരിപ്രസാദം പിടികൂടി. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ കൂലിക്കാളെ വെച്ച് പ്രസാദം നിർമ്മിച്ചതിൽ ദേവസ്വം ബോർഡ് ഇന്നലെ വിശദീകരണം തേടിയിരുന്നു. മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയത് ഇന്നലെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. വിഷയത്തിൽ റിപ്പോർട്ട് തേടിയെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് കരിപ്രസാദ നിർമ്മാണം നടത്തുന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. 1.5 മണിക്കൂറായി, 1.5-2 മണിക്കൂറായി ഉന്നത അധികാരികൾ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്നലെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ പരിശോധനയിൽ വാടക വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. 24 കൊല്ലം. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമവായ നീക്കവുമായി സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായിട്ടാണ് സഭകൾ വിമർശിച്ചത്. വിരട്ടൽ വേണ്ടെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. പ്രശ്നം രൂക്ഷമായതോടെയാണ് യു-ടേൺ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ആദ്യം KCBC അധ്യക്ഷൻ ക്ലെമിസ് ബാവയുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തി. പിന്നാലെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിനെ കണ്ടത്. 13-ാം തീയതി നടക്കുന്ന ഉന്നതതല യോഗത്തിൽ
പ്രശ്നം പരിഹരിക്കുമെന്ന് ബിഷപ്പിന് മന്ത്രിയുടെ ഉറപ്പ്. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് ചർച്ച ചെയ്തു. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എംപിയും ചർച്ചയിൽ പങ്കെടുത്തു. സഭയെ കൂടുതൽ വെറുപ്പിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം നേതാവായ ജോസ് കെ മാണി തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ചുക്കാൻ പിടിച്ചതും. എന്തായാലും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണമെന്ന് സുമയ്യ. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകും. ശസ്ത്രക്രിയ നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ചത് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ സംഘം നടത്തിയ 2 ശസ്ത്രക്രിയകളിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. വയർ പുറത്തെടുത്താൽ സുമയ്യയുടെ ജീവന് തന്നെ അപകടമുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത്. തുടർന്ന് സുമയ്യയെ ഡിസ്ചാർജ് ചെയ്തു. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇത് 2 അറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇത് ഒട്ടിപ്പോയി, അല്ലാതെ ബാക്കിയുള്ളിടം ഒട്ടിയിട്ടില്ല. അപ്പം ഇത് എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. നിയമമായിട്ട് മുന്നോട്ട് പോകണം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഗൈഡ് വയർ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവ് കാരണം വർഷങ്ങളായി സുമയ്യ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസ് എടുത്തതല്ലാതെ ആരോഗ്യവകുപ്പ് ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ലെന്ന് സുമയ്യയും കുടുംബവും ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്ലാസുകൾ ഉണ്ടാകില്ല. ഹോസ്റ്റലുകൾ അടച്ചിടുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 100ഓളം UDSF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സംഘർഷം ആരംഭിച്ചത്. യൂണിയൻ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ആരംഭിച്ചതോടെ UDSF SFI പ്രവർത്തകർ ചേരിതിരിഞ്ഞേറ്റുമുട്ടി. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിടാത്ത ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്ന് UDSF പ്രവർത്തകർ ആരോപിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വോട്ടെണ്ണൽ കേന്ദ്രത്തിനും പുറത്തും പ്രവർത്തകർ ഏറ്റുമുട്ടി. ക്യാമ്പസിന് പുറത്തുനിന്നും ആളുകളെത്തി. രാത്രി ഏറെ വൈകിയും സംഘർഷാവസ്ഥ തുടർന്നു. 20-ലധികം പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു. ബാലറ്റ് പേപ്പറുകളും നശിപ്പിക്കപ്പെട്ടു. ഇതോടെ വോട്ടെണ്ണൽ നിർത്തിവെക്കാൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു. സംഘർഷ സാധ്യത തുടരുന്ന പശ്ചാത്തലത്തിലാണ് ക്യാമ്പസും ഹോസ്റ്റലും അടച്ചിടാൻ തീരുമാനമെടുത്തത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് നടപടിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ അറിയിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 100ഓളം UDSF പ്രവർത്തകർക്കെതിരെ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തു. സംഘർഷത്തിൽ ഒരു പോലീസുകാരന് കണ്ണിന് ഗുരുതര പരിക്കേറ്റിരുന്നു. 24 മലപ്പുറം. വനവകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച് കൃഷിമന്ത്രി P. പ്രസാദ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കാണ് ശാസന. നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി 5 വർഷമാണ് കർഷകർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയത്. 2020 കാട്ടുപന്നിയുടെ ആക്രമണത്തിനിരയായ 2 കർഷകർക്ക് 5 വർഷമായിട്ടും അർഹതപ്പെട്ട നഷ്ടപരിഹാര തുക കിട്ടിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസുകൾ കയറ്റിയിറക്കുന്നെന്ന പരാതിയാണ് ഇന്നലെ ആലപ്പുഴ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ കൃഷിമന്ത്രിക്ക് മുന്നിലെത്തിയത്. രേഖകൾ പരിശോധിച്ച മന്ത്രി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ശാസിച്ചു. കൂടാതെ പാലമേലിൽ നടന്ന പൊതുപരിപാടിയിൽ സദസ്സിലിരുത്തി പരസ്യ ശാസനയും. വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെയും അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട്. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. അവരെന്തോ ഏറ്റവും വലിയ ഉന്നതന്മാരും അവരേതാണ്ട് ചക്രവർത്തിമാരെ പോലെയും കണക്ക് കൂട്ടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റതായി ചികിത്സിച്ച ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തൽ വേണം. ഇത് നൽകാൻ ഡോക്ടർ വിസമ്മതിച്ചതാണ് വൈകാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ന്യായീകരണം തൃപ്തികരമല്ലെന്ന് മന്ത്രി. നഷ്ടപരിഹാരത്തുക വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് P. പ്രസാദ് വനമന്ത്രി AK ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടു.
തടസ്സങ്ങൾ നീക്കി നഷ്ടപരിഹാര തുക ഉടൻ കർഷകരിലെത്തുമെന്നും പി പ്രസാദ് ഉറപ്പു നൽകി. 24 ആലപ്പുഴ. ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി കൊച്ചി വാട്ടർ മെട്രോയുടെ 2 ടെർമിനൽ കൂടി തുറന്നു. മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 9 വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാട്ടർ മെട്രോയെക്കുറിച്ച് അന്വേഷണം എത്തിയെന്ന് KMRL ലോക്നാഥ് ബെഹ്റ 24-നോട് പറഞ്ഞു. വാട്ടർ മെട്രോയുടെ 12ാമത് റൂട്ടാണ് മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് സർവീസ്. പൂർണ്ണമായും വെള്ളത്തിലാണ് മട്ടാഞ്ചേരിയിലെ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പശ്ചിമ കൊച്ചിയിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകും പുതിയ ടെർമിനലുകളെന്ന് മുഖ്യമന്ത്രി. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ്. അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത്. മട്ടാഞ്ചേരി ടെർമിനലിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് മുഖ്യമന്ത്രി വാട്ടർ മെട്രോയിലാണ് എത്തിയത്. കേരളത്തിന്റെ അഭിമാന പദ്ധതി വിദേശ രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന KMRL ലോക്നാഥ് ബെഹ്റ. നന്നായി. പിന്നെ അവരെ രണ്ടും ക്രിട്ടിക്കലി ലൊക്കേറ്റഡ് ആണോ, ഇമ്പോർട്ടൻറ്റ് ടെർമിനലാണോ, ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇനി ടെർമിനൽസ് ഉണ്ടാക്കണം. വിദേശത്തിലെ ഒരു 9 കൺട്രീസ് ഹാവ് സെൻറ്റ് റിക്വസ്റ്റ്. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കും. നല്ല കൺട്രീസ്, അഡ്വാൻസ് കൺട്രീസ് ഓൾസോ ദേ വാണ്ട്. ഇടക്കൊച്ചി തോപ്പുംപടി ടെർമിനലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കൊച്ചിയിലെ ദ്വീപ് സമൂഹങ്ങളെ ബന്ധിപ്പിച്ച് 38 ടെർമിനലുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഉണ്ടാവുക. 24 കൊച്ചി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേസ്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതി. ദേവസ്വം ജീവനക്കാരും പ്രതികൾ. പ്രതിപട്ടികയിൽ 10 പേർ. കേസെടുത്തത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്. മോഷണവും ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും വകുപ്പുകൾ. സന്നിധാനത്ത് കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ. ദ്വാരപാലക പാളികളുടെ പരിശോധന നാളെ. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി UDF. കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. ഷാഫിയുടെ ചോര വീണെങ്കിൽ പ്രതികാരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും. 6 മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മിസ്റ്റർ ബൈജു നിങ്ങളെ ഞങ്ങൾ കാണും. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാർ തന്ത്രമെന്ന് KC വേണുഗോപാൽ. പ്രതിഷേധത്തിന് പോകുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമെന്നും നേരിടാൻ തന്റെ ഇടം വേണമെന്നും MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ യാത്ര കനത്ത സുരക്ഷയിൽ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച് കൃഷിമന്ത്രി P പ്രസാദ്. പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കാനല്ല ശമ്പളം നൽകുന്നതെന്ന് മന്ത്രി. PSC പരീക്ഷ എഴുതി ജോലി കിട്ടിയെന്ന ഭാവം വേണ്ട. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. PSC പരീക്ഷ ഉള്ളതും ആളിനെ എടുക്കുന്നതും ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. കൊല്ലുന്ന പന്നിയെ തിന്നാൻ കഴിയണമെന്നും തടസ്സം കേന്ദ്ര നിയമമെന്നും മന്ത്രി P പ്രസാദ്. 24 ഫോളോ അപ്പ്. ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണമെന്ന് സുമയ്യ. ഗൈഡ് വയറിന്റെ 2 അറ്റവും ശരീരത്തോട് ചേർന്നതിനാൽ പുറത്തെടുക്കാൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ്. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനും തീരുമാനം. ശസ്ത്രക്രിയ നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ചത് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കോൺഗ്രസിന് 55 സീറ്റ് നൽകാൻ മഹാസഖ്യത്തിൽ ധാരണ. ഇടത് പാർട്ടികളുമായി സീറ്റ് ധാരണ. CPIന് 2 സീറ്റ് അധികം നൽകി മഹാസഖ്യം. 6 സീറ്റിൽ മത്സരിക്കും. CPIക്കും 6 സീറ്റ്. ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗാളിലെ ദുർഗാപൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. അതിക്രമത്തിനിരയായത് ഒഡീഷ സ്വദേശിനിയായ 23-കാരി.
പീഡനം സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷാഫി പറമ്പിലിനെതിരായ ആക്രമണത്തിൽ പോലീസിനെതിരായ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് പേരാമ്പ്രയിലെ പ്രതിഷേധ സംഗമത്തിൽ ഉയർന്നത്. പോലീസിന്റെ എല്ലാ നടപടികളെയും 6 മാസം കഴിഞ്ഞാൽ UDF ചോദ്യം ചെയ്യുമെന്ന് KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പേരാമ്പ്ര ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഡിവൈഎസ്പിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് കോൺഗ്രസ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. MK രാഘവൻ MP-യുടെ നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം നടത്തിയാണ് UDF പോലീസിനും CPIM-നും മറുപടി നൽകിയത്. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും പോലീസിനെതിരായ പ്രതിഷേധം കടുപ്പിച്ചു. ഞാൻ ഒത്തിരി തവണ പോയി ഇവരോട് അപേക്ഷിച്ചു. ആ കാട്ടുകള്ളൻ സുനിലുള്ള DYSPയോട്. നാടൻ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പറയാൻ പാടില്ല, പേരുകേട്ട എരപ്പനോട് ഞാൻ ചോദിച്ചവനോട്, അറിയോ, ഞങ്ങളൊന്ന് ജാഥ വന്ന് പോയിക്കോട്ടെ, ബസ് സ്റ്റാൻഡിലും കൂടി പോയിക്കോട്ടെ. ഇന്ന് KC പറഞ്ഞില്ലേ, എന്നോട് പറയും അങ്ങോട്ട് പോണ്ട, 10-50 ആൾക്കാരുണ്ട് കുന്തം കുടച്ചൊക്കെ എടുക്കുന്നത് പോലെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഉളുപ്പുണ്ടോ നിനക്ക് ഈ തൊപ്പിയും വെച്ചത് പറയാൻ? തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം തോപ്പുംപടിയിലും മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. വയനാട് കൽപ്പറ്റയിലും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. വടകര റൂറൽ SP KE ബൈജുവിന്റെ ചേർത്തലയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കോലം കത്തിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസിന്റെ വാദം പൊളിയുന്നു. ഷാഫിയുടെ തലയ്ക്ക് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഷാഫിയുടെ മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർക്ക് കത്തയച്ചു. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്നായിരുന്നു കോഴിക്കോട് റൂറൽ SPയുടെ പ്രതികരണം. ആ വാദം പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതിക്രമത്തിൽ മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ട്. ICUവിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഷാഫിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ഷാഫിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ, പോലീസ് സർക്കാരിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത്. ഷാഫി പറമ്പിലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഷാഫി പറമ്പിൽ കലാപം അഴിച്ചുവിട്ട രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഇടത് നേതാക്കളുടെ ആരോപണം. സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ നേരിടാനുള്ള തന്റെ ഇടവും അതും ആവശ്യമുള്ള ഒരു ഊർജവും വേണം. പോലീസ് അതിക്രമത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് MP ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി. സംഘർഷവുമായി ബന്ധപ്പെട്ട ഷാഫി പറമ്പിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെ 8 പേർക്കും കണ്ടാലറിയാവുന്ന 692 കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. 501 CPIM പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. 24 കോഴിക്കോട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കോൺഗ്രസ് നേതാക്കളുമായി തേജസ്വി യാദവ് നാളെ കൂടിക്കാഴ്ച നടത്തും. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതായാണ് സൂചന.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ചർച്ചയിലാണ് മുന്നണികൾ. മഹാസഖ്യത്തിൽ RJD കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. RJD നേതാവ് തേജസ്വി യാദവ് നാളെ ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 135 ഇടങ്ങളിൽ RJDയും 50 മുതൽ 55 വരെ സീറ്റുകളിൽ കോൺഗ്രസും മത്സരിച്ചേക്കും. CPIML 25 സീറ്റും CPIക്കും CPIMനും 6 വീതം സീറ്റുകളുമാണ് ധാരണ. സിറ്റിംഗ് സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ CPIM കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി ഹിന്ദുസ്ഥാനി അവാമോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി കൂടിക്കാഴ്ച നടത്തി. 10 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നാണ് ആവശ്യം. 40 സീറ്റുകൾ ആവശ്യപ്പെട്ട ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 26 സീറ്റുകൾ നൽകാൻ ധാരണയായതായാണ് വിവരം. വഴങ്ങാൻ തയ്യാറാകാതിരുന്ന ചിരാഗ് പസ്വാന് BJP പല വാഗ്ദാനങ്ങളും നൽകിയതായും സൂചനയുണ്ട്. 24 ഡൽഹി. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. പ്രധാനമന്ത്രിയുടെ മൗനം നാരീശക്തി മുദ്രാവാക്യങ്ങൾക്ക് പിന്നിലെ പൊള്ളത്തരമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സ്ത്രീകളെ അപമാനിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖി വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പുരുഷ മാധ്യമ പ്രവർത്തകർ വിലക്കിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും അഫ്ഗാൻ പ്രതിനിധികൾ കൃത്യമായ ഉത്തരം നൽകിയില്ല. വിവേചനത്തിനെതിരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനം നാരീശക്തി മുദ്രാവാക്യങ്ങൾക്ക് പിന്നിലെ പൊള്ളത്തരമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം അംഗീകരിക്കേണ്ടതാണോ എന്ന് പ്രിയങ്ക ഗാന്ധി. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ പുരുഷ മാധ്യമ പ്രവർത്തകരും ഇറങ്ങിപ്പോകണമായിരുന്നുവെന്ന് P ചിദംബരം പ്രതികരിച്ചു. സംഭവത്തിൽ രാജ്യത്തെ വനിതാ മാധ്യമ പ്രവർത്തകരും വിമർശനവുമായി രംഗത്തെത്തി. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. 24 ഡൽഹി. പശ്ചിമബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഒഡീഷ സ്വദേശിയായ 23-കാരിയാണ് ബലാത്സംഗത്തിനിരയായത്. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ബംഗാളിലെ ദുർഗാപൂരിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കാനായി സുഹൃത്തിനൊപ്പം ക്യാമ്പസിന് പുറത്തേക്കിറങ്ങിയ 23-കാരിയാണ് ബലാത്സംഗത്തിനിരയായത്. 3-അംഗ സംഘം യുവതിയെ പിന്തുടർന്നു. യുവതിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഭയന്നോടി രക്ഷപ്പെട്ടു. പിന്നാലെ അക്രമി സംഘം പെൺകുട്ടിയെ വലിച്ചിഴച്ച് ആശുപത്രിക്ക് പിന്നിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ബലാത്സംഗം ചെയ്തു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തു. പരാതി നൽകരുതെന്ന് ഭീഷണിപ്പെടുത്തി. ആശുപത്രിയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ്. നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധിച്ചു. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മമതാ ബാനർജിയുടെ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും ബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും BJP ആരോപിച്ചു. 24 ഡൽഹി. ചൈനയ്ക്കുമേൽ 100% അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബർ 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ഈ മാസം ഒടുവിൽ നിശ്ചയിച്ചിരുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും ട്രംപ് റദ്ദാക്കി. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്കുള്ള നിയമങ്ങൾ കർശനമാക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെയാണ് അധിക തീരുവ പ്രഖ്യാപനം. നവംബർ 1 മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വരുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കി. ഇതോടെ അമേരിക്ക ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യമായി ചൈന മാറും. ഇതിനു പുറമെ അമേരിക്കയിൽ നിന്നും ചൈനയിലേക്കുള്ള തന്ത്രപ്രധാന സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ധാതുക്കളുടെ കയറ്റുമതിക്ക് വിദേശ സ്ഥാപനങ്ങൾ മുൻകൂർ ലൈസൻസ് നേടിയിരിക്കണമെന്ന് ചൈനീസ് സർക്കാർ ഉത്തരവിറക്കിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ലോകത്തെ അപൂർവ ധാതുക്കളുടെ മേൽ കുത്തകാവകാശം നേടാനുള്ള ശ്രമമാണ് ചൈനയുടേതെന്നാണ് ട്രംപിന്റെ ആരോപണം. ലോകത്തെ തടങ്കലിൽ വെക്കാൻ ചൈനയെ അനുവദിക്കരുതെന്നും ട്രംപ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, ഫർണിച്ചർ എന്നിവയാണ് അമേരിക്കയിലേക്ക് ചൈന പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 31 നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയും ട്രംപ് റദ്ദാക്കി. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകവ്യാപകമായി ഓഹരി വിപണികളിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.
തെരുവുനായ കുറുകച്ചാടി ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. താമരശ്ശേരി കൂടത്തായി പൂവോട്ടിൽ ആയിഷക്കുട്ടിയാണ് മരിച്ചത്. താമരശ്ശേരി ചെക്ക് പോസ്റ്റിനും അമ്പായത്തോടിനും ഇടയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, വിവരങ്ങൾ. മിഥില. ശ്രീജിത്ത്, കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഈങ്ങാപ്പുഴ കാക്കവയലിലെ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിൽ മകനൊപ്പം പങ്കെടുത്ത് തിരികെ വരുമ്പോഴായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ച ബൈക്കിന് മുന്നിലേക്ക് തെരുവുനായ ചാടുകയായിരുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് തലയ്ക്കായിരുന്നു ഇവർക്ക് പരിക്കേറ്റുണ്ടായിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. താമരശ്ശേരി കൂടത്തായി പൂവോട്ടിൽ ആയിഷക്കുട്ടിയാണ് മരിച്ചത്. 49 വയസ്സാണ്. തെരുവുനായ ബൈക്കിന് മുറിയെ കൂടി ചാടിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പരിക്ക് ഇവർക്ക് ഏറ്റുണ്ടായിരുന്നു. ശരി, മിഥില ബാലൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി സഹയാത്രികയായ സുഹൃത്ത്. കൃത്യസമയത്ത് ആംബുലൻസ് ലഭിച്ചെന്ന റെയിൽവേയുടെ അവകാശവാദം സഹയാത്രിക തള്ളി. അതേസമയം ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇനി ഇങ്ങനൊരു അവസ്ഥ ആർക്കും വരരുത് എന്നുള്ള രീതിയിൽ മാത്രം ഈ കേസ് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ മറ്റൊരു കാര്യത്തിനല്ല. ഇനി ഒരാൾക്ക് എൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ ശ്രീജിത്തിൻ്റെ അവസ്ഥയോ വരരുത് എന്ന രീതിയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യാത്രക്കാർ ചെയിൻ വലിച്ചാണ് മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തിയതെന്ന റെയിൽവേയുടെ വാദം തള്ളുകയാണ് ശ്രീജിത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത്. യുവാവ് കുഴഞ്ഞു വീണ ഉടനെ തന്നെ അടിയന്തരമായി ആംബുലൻസ് ലഭ്യമാക്കാൻ അറിയിച്ചു. മുളങ്കുന്നത്തുകാവിൽ എത്തിയ ശേഷം 25 മിനിറ്റ് വരെ ശ്രീജിത്തിന് പൾസ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ആംബുലൻസ് എത്തിക്കാൻ കഴിയാതെ പോയതാണ് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ആൾക്ക് ഷൊർണൂർ കഴിഞ്ഞ പാടെ തന്നെ അസ്വസ്ഥത ഉണ്ടാവുകയും ഫിക്സ് വരുന്ന പോലെ വന്നു. ഞങ്ങളെ ഇറക്കിയത് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ബെഞ്ചിൽ കിടത്തി CPR കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്, TTRമാരും ചൂടാവുന്നുണ്ട്. ലാസ്റ്റ് അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആംബുലൻസ് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയോ എന്തെങ്കിലും ആരെങ്കിലും വന്ന വണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ വലിയൊരു അനാസ്ഥ വരുത്തി. ആംബുലൻസ് എത്തുന്നതിന് 5 മിനിറ്റ് മുന്നെയാണ് പൾസ് ഇല്ലാതായത്. അനാസ്ഥ വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ളാടൻ മഹാസഭയുടെ നേതൃത്വത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. തിങ്കളാഴ്ചയാണ് ട്രെയിനിൽ കുഴഞ്ഞു വീണ ചാലക്കുടി സ്വദേശി ശ്രീജിത്ത് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചത്. 24 തൃശൂർ. പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. പ്രദേശവാസിയായ രാജുവാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4ആയി. മുഖ്യപ്രതി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഇപ്പോഴും ഒളിവിലാണ്. മർദ്ദനത്തിനിരയായ വിനേഷ് വാണിയംകുളത്തെ ഒരു ബാറിൽ ഉണ്ടെന്ന വിവരം പ്രതികളെ അറിയിച്ചത് രാജുവാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിനേഷിന്റെ ഫോട്ടോ സഹിതം രാജു നിലവിൽ റിമാൻഡിലുള്ള ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസിന് അയക്കുകയായിരുന്നു. രാജുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഗൂഢാലോചനയിൽ രാജുവിന് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാജുവിന് പാർട്ടിയുമായി ബന്ധമില്ലെന്നും അനുഭാവി മാത്രമാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇയാൾ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ മുഖ്യപ്രതി രാകേഷ് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിനിരയായ പനയൂർ സ്വദേശി വിനേഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. സംഭവത്തിൽ സി രാകേഷ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഹാരിസ്, കൂനത്തൂർ മേഖലാ ഭാരവാഹികളായ സുർജിത്ത്, കിരൺ എന്നിവരെ പാർട്ടിയിൽ നിന്നും CPIM ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. 24 പാലക്കാട്. എറണാകുളം കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയിൽ 4 പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. പ്രതികൾ കേരളം വിട്ടു എന്നാണ് സംശയിക്കുന്നത്. കവർച്ചയുടെ ആസൂത്രണം പിടിയിലായ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാഥ് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കുണ്ടന്നൂരിലെ കവർച്ചയിൽ അടിമുടി ദുരൂഹതയാണ്. കവർച്ചയുടെ യഥാർത്ഥ കാരണം ഇനിയും വ്യക്തമല്ല. ഇതുവരെ 7 പേരെയാണ് റിമാൻഡ് ചെയ്തത്. ഇതിൽ മാസ്റ്റർ ബ്രെയിൻ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രനാഥും ഉൾപ്പെടും. എന്നാൽ കൃത്യത്തിൽ നേരിട്ടേർപ്പെട്ട മുഖംമൂടിധാരികളും പിറവം സ്വദേശി ജോജിയും ഇപ്പോഴും ഒളിവിലാണ്. ഈ സംഘത്തിനായി കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പരാതിക്കാരനായ സുബിനും കവർച്ചാ സംഘവും തമ്മിലുള്ള ബന്ധത്തിലാണ് പ്രധാന അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടടക്കം അന്വേഷണ പരിധിയിലുണ്ട്. ഇരു കൂട്ടരും തമ്മിൽ തോപ്പുംപടിയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഡീലിലും അന്വേഷണം നടക്കുന്നുണ്ട്. 24 കൊച്ചി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. ഇന്ന് പവന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് ഉയർന്നത്. ട്രംപിന്റെ തീരുവ ഭീഷണി വന്നതോടെയാണ് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് കടന്നത്. കയറ്റിറക്കങ്ങളിലൂടെ കടന്നുപോകുന്ന സ്വർണ്ണവില ഈ മാസം 5 തവണയാണ് റെക്കോർഡ് തിരുത്തിയത്.
ഈ മാസം ഇതുവരെ പവന് കൂടിയത് 4120 രൂപ. ഫെഡറൽ റിസർവ് ഈ മാസം പലിശ കുറയ്ക്കുമെന്ന സൂചനകളും അമേരിക്കയിലെ അടച്ചുപൂട്ടലും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടി. ഇതാണ് പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് സ്വർണ്ണവില എത്തിച്ചത്. രാജ്യാന്തര വില ഔൺസിന് $4000 മുകളിലെത്തിയതോടെ സംസ്ഥാനത്തും സ്വർണ്ണവില സർവകാല റെക്കോർഡായ 91,020 ഇന്ന് പവന് 91,120 രൂപയും ഗ്രാമിന് 11,390 രൂപയുമാണ് വില. ചൈനയ്ക്കുമേൽ പുതിയ തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയാണ് ഇന്ന് സ്വർണ്ണവില കൂടാൻ കാരണം. കഴിഞ്ഞ ദിവസം ഗസ സമാധാന കരാറും ലാഭമെടുപ്പും കാരണം സ്വർണ്ണവില കുറഞ്ഞിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ട്രംപിന്റെ പ്രഖ്യാപനം വീണ്ടും വിപണിയിൽ ആശങ്കയുണ്ടാക്കി. തുടർന്ന് രാജ്യാന്തര വില ഔൺസിന് $417 ഉയർന്നു. ഇതാണ് സംസ്ഥാനത്തും പ്രതിഫലിച്ചത്. US ഷട്ട്ഡൌൺ തുടരുന്നതും ഫ്രാൻസിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകാത്തതും വരും ദിവസങ്ങളിലും വില ഉയരാനിടയാക്കുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം. ഇന്ന് 10% പണിക്കൂലിയും GSTയും ചേർത്ത് 1 പവൻ ആഭരണമായി വാങ്ങാൻ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടിവരും. ബിസിനസ് ഡെസ്ക് 24. കോഴിക്കോട് കല്ലാച്ചിയിൽ ഇടിമിന്നലിൽ വീടിന് തീപിടിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് കല്ലാച്ചി പയന്തോങ്ങിലെ പുത്തൂർ താഴെക്കുനി ബാബുവിന്റെ വീടിന് ഇടിമിന്നലേറ്റത്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് ഇടിമിന്നലേറ്റത്. അടുക്കളയുടെ വാതിൽ പൂർണ്ണമായി കത്തിനശിച്ചു. ചാർജ് ചെയ്യാൻ വെച്ച മൊബൈൽ ഫോണും വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. വീടിന്റെ ഓടുകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ചേലക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.